എല്ലാവർക്കും നമസ്കാരം. കമ്പാഷനേറ്റ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഈ ഒരു വേദിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ചുറ്റുപാടുമുള്ള സ്റ്റാളുകൾ നോക്കിയാൽ മനസ്സിലാവും, എല്ലാം നമ്മുടെ യുവ സംരംഭകരായിട്ടുള്ള ആളുകളെ. അപ്പോൾ യുവ തലമുറ തന്നെ ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സംരംഭത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ആണ് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഗസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ മേഖലയെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ്. ആദ്യമായി പരിചയപ്പെടുകയാണെങ്കിൽ ഡോക്ടർ നജീബ് റഹ്മാൻ സാർ. അദ്ദേഹം കമ്പാഷനേറ്റ് ഫൗണ്ടേഷൻ ട്രസ്റ്റിയുടെ ചെയർമാനും അതേപോലെ തന്നെ MBT എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ദീർഘകാലികമായി പ്രവർത്തിച്ചു വരുന്ന ആളും കൂടിയാണ്. അതായത് ആവശ്യമുള്ള പിന്തുണ ലഭിക്കേണ്ട വിദ്യാർത്ഥികളെ ആ പിന്തുണ നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു സംഘമാണ് MBT എന്ന് പറയുന്നത്. മിഷൻ ബെറ്റർ ടുമാറോ എന്ന് പറയുന്നതാണ് അതിൻ്റെ പൂർണ്ണമായ നാമം. അതിൻ്റെ ഒരു പ്രവർത്തകനായിട്ടും അതേപോലെ തന്നെ വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ ജനറൽ സർജനായി ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ദീർഘകാലമായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ മുജീബ് റഹ്മാൻ സാർ. അതേപോലെ തന്നെ അടുത്തതായി ഇവിടെ എത്തിയിട്ടുള്ളത് ഫുലിക. ഇപ്പോൾ ഇക്കായിസ് എന്ന സംരംഭകത്തിലൂടെ നമ്മുടെ കേരളത്തിലും അതേപോലെ വിദേശത്തും നിരവധി ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലാ ശൃംഖലകൾ ആരംഭിക്കുകയും അതോടൊപ്പം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഫുലിക. അതേപോലെ മുബു വായക്കാട് എന്നറിയപ്പെടുന്ന മുബാറക് വായക്കാട്. ആദ്യം തന്നെ ഞാൻ കാണുന്നത് ഓൺലൈൻ മീഡിയയിലൂടെയാണ്. ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിനെ തൻ്റെ തനതായ വാക്കുകൾ കൊണ്ടും തിരഞ്ഞെടുക്കുന്ന ആശയങ്ങൾ കൊണ്ടും വ്യത്യസ്തമായ രീതിയിൽ സംസാരിച്ച് തൻ്റെ ആശയങ്ങൾ അവരിലേക്ക് സംവേദനം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് മുബാറക് വായക്കാട്. ഇപ്പോൾ നാടൻ ക്യാമ്പ് എന്ന് പറയുന്ന രീതിയിലൂടെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള ആശയം യുവാക്കളിലേക്കും ജനങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പുതുതായി നാടൻ പ്രൊഡക്ട്സ് എന്ന സംരംഭത്തിന് തുടക്കം കുറിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലും കൂടിയാണ് മുബു വായക്കാട്. ഇനി ഇവിടെ എത്തിയിട്ടുള്ളത് മുഹമ്മദ് സുഹൈൽ, JDT വിദ്യാർത്ഥി. അതായത് JDT പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തന്നെ നമ്മുടെ IPM-ലേക്ക് എത്തിച്ചേരുകയും നിരവധി IPM-ൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഒരു ഇവൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇവൻ്റ് ആരംഭിക്കുകയും IPM-ലെ തന്നെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ എത്തിച്ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കുകയും ചെയ്ത മാനേജർ, അതായത് ഫൗണ്ടർ കൂടി. അദ്ദേഹം മികച്ച ഒരു ഫോട്ടോഗ്രാഫർ, വീഡിയോ അങ്ങനെയുള്ള നിരവധി മേഖലകളിൽ ഉയർന്ന വ്യക്തിയാണ്. ഇവർ 4 പേരാണ് നമുക്ക് ഇവിടെ ഗസ്റ്റായിട്ട് ഈ ഒരു ചർച്ച ചെയ്തിട്ട് നല്ല ഗസ്റ്റുകൾ തന്നെയാണ്. ഇവർ നമുക്ക് ഓരോ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമ്മൾ കമ്പാഷൻ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള വിഷയത്തെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിഷയം എന്താണ് എത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഡോക്ടർ മുജീബ് സാറോട്. അതായത് കമ്പാഷൻ ഓണ്ടർപ്രണർഷിപ്പ് എന്നാൽ എന്താണ്, എങ്ങനെ അത് സമൂഹത്തിൽ വർത്തിക്കും, സമൂഹത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ്, കമ്പാഷൻ എന്നിവ വർത്തിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. നമസ്കാരം. ആദ്യം എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് IPM ഇങ്ങനെ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള ദോഷവും സ്നേഹവും അറിയിക്കുകയാണ്. കമ്പാഷനേറ്റ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് ആണ് നമ്മുടെ ടോപ്പിക്. സംരംഭകത്വം എന്ന് കേട്ടിട്ടുണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ കമ്പാഷനേറ്റ് എങ്ങനെ നമ്മളെ സംരംഭകത്വം കമ്പാഷനേറ്റ് ആക്കാമെന്ന് ലോകത്ത് ചർച്ച ബിസിനസ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ലാഭത്തിനാണ്. ലാഭത്തിന് വേണ്ടി മാത്രം ബിസിനസ് ചെയ്യുന്ന ബിസിനസ് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിക്കൊണ്ട് പലപ്പോഴും സാമൂഹികമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കും. ഒരുപാട് ആളുകൾക്ക് ജോലി ഉണ്ടാവും,
മറ്റു രൂപത്തിലും മനുഷ്യന്മാരെ സഹായിക്കാൻ പറ്റും. സോഷ്യൽ വലിയ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലോകത്ത് മുഴുവൻ വിളിച്ചറിയിച്ച ഒരു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ഉണ്ട്. ആ പാഡ്മാൻ എന്ന സിനിമയുടെ ഹീറോ, ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. ആ പാഡ്മാൻ ഈ അരുണാചലം മുരുകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കോയമ്പത്തൂർ അടുത്തുള്ള ഒരു അരുൺ മുരുകാനന്ദന് ഒരു 14 വയസ്സിൽ സ്കൂൾ പണക്കുറിച്ച് പോയ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. ഒരു വളരെ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വരുന്ന ഒരാളാണ്. 29 വയസ്സിലയാൾ കല്യാണം കഴിച്ചു. ശാന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ശാന്തിയെ കല്യാണം കഴിച്ചപ്പോഴാണ് ഇന്ത്യയിലെ ഏതൊരു പുരുഷന്മാരെ പോലെയും അദ്ദേഹം ആദ്യമായിട്ട് ആർത്തവം എന്നൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന്. സ്കൂളിലൊന്നും വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യനും കാരണം വീട്ടിലാരും നമ്മൾ സംസാരിക്കുന്ന കാര്യമല്ല ആർത്തവം. ആർത്തവത്തെക്കുറിച്ച് അയാൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ശാന്തി ആർത്തവ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ വീട്ടുണ്ടാകുന്ന ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ പോലും കുറവായിരിക്കും. ആ വസ്ത്രങ്ങളും ന്യൂസ് പേപ്പറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആർത്തവ രക്ഷയ്ക്ക് പാഡിന് പകരം ഉപയോഗിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഇത് ടി വിയിലൊക്കെ പരസ്യം, നമ്മൾ കോയമ്പത്തൂരും ഇത് 1999 2000 നടക്കുന്ന ഒരു കാര്യം. വലിയ വിദൂരമായ കാലത്തൊന്നുമല്ല ഞാൻ പറയുന്നത്. 2000 പറയുന്ന ഉത്തരം, അരുണിൻ്റെ ഭാര്യ പറയുന്നത്, ശാന്തി പറയുന്നത്, നമുക്ക് ഏകദേശം 250-300 രൂപയാണ് ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കുന്നതിന്. അതുകൊണ്ട് നമുക്ക് പാല് വാങ്ങിച്ചുകൂടെ? ആവശ്യമായിട്ട് അത് ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാതെ കൊണ്ട് റിപ്രൊഡക്റ്റീവ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഗർഭാശയ അസുഖങ്ങൾ ഉണ്ടാവുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ഡോക്ടർ പറയുന്നു. ഇപ്പോൾ ഈ അരുണിൻ്റെ മനസ്സിൽ ചിന്ത വരികയാണ്, ഇത് എന്നെ പോലെ അത്യാവശ്യം ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് പോലും, എൻ്റെ ഭാര്യയ്ക്ക് പോലും ആ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹം ചിന്തിച്ചത് വളരെ കറക്റ്റായിരുന്നു. ഇന്ത്യയിൽ 145 കോടി ജനങ്ങളുണ്ട്. ഈ 145 37 കോടി സ്ത്രീകൾ 2000 നടത്തിയ ഒരു കണക്ക് പ്രകാരം 2% ഗ്രാമീണ സ്ത്രീകൾ മാത്രമാണ് സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അവരതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്? വൃത്തികെട്ട തുണികളാണ്, പേപ്പറാണ്, ചാരമാണ്, മഡാണ്. നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സ്ഥിതിയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് അതൊരു ആരോഗ്യ സംബന്ധമായ പ്രശ്നം മാത്രമാണ് എന്നതാണ് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. 24% സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ കുട്ടികളും പഠനത്തിൽ നിന്ന് നോക്കം പോവുകയാണ്, പഠനത്തിൽ നിന്ന് ഔട്ടാവുകയാണ്. അവർ നേരെ വളരെ ചെറുപ്രായത്തിൽ അവരെ കല്യാണം കഴിച്ചു വിടുന്നു, ചെറുപ്രായത്തിൽ മക്കളാകുന്നു. ദാരിദ്ര്യം എന്ന ഒരു സൈക്കിള് 27 കോടി സ്ത്രീകളിൽ ഇന്ത്യയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇതൊക്കെ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത വെൽഡറായ അരുണ് ഉറങ്ങാൻ പറ്റുന്നില്ല ഇത് കേട്ടിട്ട്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇയാളൊരു ചിന്ത ആ മനസ്സിൽ നിന്ന് വന്ന ചിന്തയിൽ അയാൾ എന്ത് ചെയ്തെന്നറിയോ, ഇതിന് ഒരു പരിഹാരം കാണണമെന്ന് മൈൻഡ് അയാൾ ഉണ്ടാവുകയാണ്. അയാളാണ് അരുൺ എന്ത് ചെയ്യും, മെഷീൻ ഡെവലപ്പ് ചെയ്യണം. പക്ഷെ അതിന് ഇത്തരം ഒരു പാഡ് ആദ്യം ഉപയോഗിച്ച് പഠിക്കണം. എങ്ങനെയാണ് പാഡ് ഉപയോഗിക്കേണ്ടത്? ഇയാൾ കോട്ടൺ തുണി കൊണ്ട് ഭാര്യയ്ക്ക് ആദ്യം പാഡ് കൊടുക്കുന്നു. ഭാര്യ ആ കോട്ടൺ അത് ഉപയോഗശൂന്യമാകുന്നു, അത് പറ്റുന്നില്ല. അവസാനം അയാൾ പാഡ് ഉണ്ടാക്കി, ഇത് അങ്ങനെ ഒരു പ്രത്യേകതരം പാഡ് ഉണ്ടാക്കിയിട്ട് അത് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുത്ത് ആ പാഡ് ഉപയോഗം കഴിഞ്ഞിട്ട് കുട്ടികൾ തിരിച്ച് ഇയാൾക്ക് കൊണ്ടു കൊടുക്കണം. അയാളുടെ നടത്തുന്ന പ്രയത്നങ്ങൾ മനസ്സിലാക്കണം. ആ ഉപയോഗിച്ച പാഡ് അയാൾ അഴയിലിട്ട് കഴിഞ്ഞപ്പോൾ അമ്മ അയാളോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇവന് വട്ടാകുമെന്ന് മനസ്സിലായി. അമ്മ അയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഭാര്യ അയാൾ ഉപേക്ഷിക്കുന്നു.
അയാൾ ഈ കാര്യം വിടുന്നില്ല. അയാൾ ഒരു മൈക്രോ മെഷീൻ വളരെ ചുരുങ്ങിയ ചെലവിൽ ₹1 രൂപക്ക് പാഡ് ഉണ്ടാക്കാൻ ചുമത്തുന്ന ഒരു മൈക്രോ മെഷീൻ രൂപകൽപ്പന ചെയ്യുന്നു. അതാണ് എൻ്റെ ടെക്നോളജി. അത് ഒരു എന്റർപ്രൈസിന് 2 ഭാഗം ഉണ്ടാവും. എൻ്റെ കൂടെ ഇരിക്കുന്ന കച്ചവടക്കാരാണ്. ടെക്നോളജിയും ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. ടെക്നോളജി എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു ഒരു മൈക്രോ മെഷീൻ, ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്രോ മെഷീൻ രൂപീകരിച്ചിരുന്നു. അത് എങ്ങനെയുള്ളതായിരിക്കണം? സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന, വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതായിരിക്കണം. കറണ്ട് ഇല്ലാത്ത ഗ്രാമങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്തതായിരിക്കണം. ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പുമായിട്ട് അയാൾ മദ്രാസ് IIT ചെല്ലുകയാണ്. മദ്രാസ് IIT നിന്ന് ഇത് ആദ്യം അവിടെയും IIT ആളുകളും ഞങ്ങൾ പോലെയുള്ള ആർത്തവത്തെ വെച്ച് കേൾക്കാത്ത പുരുഷന്മാരാണ്. ആരിത് ഉപയോഗിക്കാനെന്നാണ് ആദ്യത്തെ ചോദ്യം അയാളുണ്ടാകുന്നത്. പിന്നെ ഒരു IIT എഞ്ചിനീയറിൽ ഇത് കത്തുകയും അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഇന്നോവേഷൻ അയക്കുകയും അത് ഏകദേശം 9 കൊല്ലത്തെ അദ്ദേഹത്തിന് നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഒരു മെഷീൻ രൂപകൽപ്പന ചെയ്തുകൊണ്ട് ₹1 രൂപക്ക് സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാമെന്നൊരു പക്ഷെ അത് ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ ഗ്രാമങ്ങളിൽ പോയി ആർത്തവത്തെക്കുറിച്ച് ഒരു പുരുഷൻ സംസാരിക്കുന്നത് നമുക്ക് കേരളത്തിൽ ഇരുന്ന് പോലും ആലോചിക്കുകയ്യ. ബീഹാറിലെ ഗ്രാമങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ മെഷീൻ ഒരു തരത്തിലും അയാൾ സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കി വിൽക്കാൻ തീരുമാനിച്ചില്ല. അയാൾ എന്ത് ചെയ്തു? ഓരോ ഗ്രാമങ്ങളിലും 10 സ്ത്രീകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന് ഈ മെഷീൻ വിറ്റ് ജയശ്രീ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി തുടങ്ങി. ആ ഇൻഡസ്ട്രി കൂടെ ഇന്ന് 23 സംസ്ഥാനങ്ങളിൽ 3500 മെഷീനുകൾ വിറ്റ് 10 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്ത് ഏകദേശം 8 കോടി ഗ്രാമീണരായ സ്ത്രീകൾ അദ്ദേഹത്തിന്റെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നു. 2% ഉണ്ടായിരുന്ന സാനിറ്ററി നാപ്കിൻ ഉപയോഗം 2019 പഠനത്തിൽ 12% ഇത് ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ സ്ത്രീകൾക്ക് ചെയ്യുന്ന ആരോഗ്യ ഉപകാരപ്രദത്തെക്കാളും വലിയ ഒരു ഉപകാരപ്രദമാണ് ഇന്ത്യയിലെ ഗ്രാമത്തിൽ ായിട്ടുള്ള ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയ സോഷ്യൽ ദ്വര. അത് പ്രകാരം അദ്ദേഹം ഫ്രീ ആയിട്ടോ ചാരിറ്റി ആയിട്ടോ ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. അതൊരു ബിസിനസ് മോഡൽ ആയിക്കൊണ്ട്, പക്ഷെ അതൊരു വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് മോഡലാണ്. ഈ 10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു. വലിയൊരു പ്രശ്നത്തെ അദ്ദേഹം അഭിമുഖീകരിച്ചുണ്ടാകുന്ന ദാറ്റ് ഈസ് സോഷ്യൽ എന്റർപ്രൈസ്. അതായത് ഇത് ഒരു ഉദാഹരണം. അതിനപ്പുറത്ത് വേറൊരു ഉദാഹരണമാണ് നിങ്ങളൊക്കെ അറിയുന്ന അരവിന്ദ് ഐ ഹോസ്പിറ്റൽ മധുരയിലെ. ഡോക്ടർ വെങ്കിടാചലം എന്ന് പറയുന്ന മധുരയിലെ പ്രശസ്തനായ ഒഫ്താൽമോളജിസ്റ്റ് ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി 50 ലക്ഷത്തോളം ഓപ്പറേഷനുകൾ ചെയ്തു. ഞാൻ കൂടുതലായിട്ട് ഒരുപാട് പേര് പ്രസംഗിക്കാറുണ്ട്. ഇതാണ് സോഷ്യൽ എന്റർപ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന് നന്മ, അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലാഭമല്ല. ലാഭം ഈസ് എ ബൈ പ്രൊഡക്റ്റ്. സസ്റ്റൈനബിൾ, സ്കെയിലബിൾ, റെപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ സാർ. അതായത് മുജീബ് സാർ പറഞ്ഞതാന്ന് വെച്ചാൽ ഒരു ടെക്നോളജി ബിസിനസ് ആക്കിക്കൊണ്ട് കൊണ്ടുവരികയും അതേപോലെ മറ്റുള്ള ആളുകൾക്ക് അതൊരു തൊഴിലിടമാക്കി, തൊഴിൽ നൽകുന്ന ഒരു കാര്യമാക്കി മാറ്റുകയും ചെയ്യുന്നതിലൂടെ അതിലൂടെ ഒരു കരുണാദ്ര അതിലെ ബിസിനസ്സിനെയാണ് ഈ കമ്പാഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് ഒന്ന് ഞങ്ങൾ ജസ്റ്റ് എന്താണ്, ഞാൻ നാടൻ ക്യാമ്പിനെ റെപ്രസെന്റ് ചെയ്താണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നാടൻ ക്യാമ്പ് അതിൽ ജസ്റ്റ് ചെറുതായിട്ട് ബ്രീഫ് ചെയ്യാം. യാത്രകൾ എല്ലാവരും ചെയ്യലുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ കൂടുതൽ ആൾക്കാരും യൂത്ത് ആയതുകൊണ്ട് തന്നെ യാത്രകൾ ഇന്ന് ഒരുപാട് പണ്ടത്തിനേക്കാൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പം കോവിഡ് നല്ലപോലെ ഹിറ്റ്, ആളുകൾ വീട്ടിൽ ലോക്കായി. പിന്നെ യാത്രകൾ വീണ്ടും ചെയ്തു തുടങ്ങുന്ന സമയത്ത് ആ ഒരു സമയത്ത് എൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് റിസോർട്ടിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പണികളായിരുന്നു. അപ്പോൾ കുറച്ചു കാലം ഒരു 3-4 മാസങ്ങളൊക്കെ ആയിട്ട് ഫോറസ്റ്റ് ഏരിയകളിലുണ്ടാവും. യാത്രകൾ കോവിഡിന്റെ ശേഷം അല്ലെങ്കിൽ ഒരു കോവിഡിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇപ്പോൾ യാത്രകൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ വലിയ 4 ആളുകൾ കൂടിയിട്ട് സ്പീക്കറുകളും കാര്യങ്ങളായിട്ട് വന്ന് ഫോറസ്റ്റിലേക്ക് വരും. അവിടുന്ന് DJ തിരിച്ചു ഫുള്ള് ഡാൻസ് ഒക്കെ വെച്ചിട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ പക്ഷെ ഞങ്ങൾ ഓരോ ദിവസം അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റിവർ സൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ വെറുതെ
ആ കാറിന്റെ ഇടയിൽ ഇരിക്കുന്നതായിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആളുകൾ കാണുന്നില്ല. അല്ലെങ്കിൽ പീപ്പിൾ ആർ മിസ്സിങ് സംതിങ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ഞങ്ങള് എന്തുകൊണ്ട് നമുക്ക് ഒരു റോ ആയിട്ട് എന്താണ് ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതിൽ ഒരു അവസരം ആളുകൾക്ക് കൊടുത്താലോ എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ശരിക്കും ഒരു നാടൻ ക്യാമ്പ് എന്നുള്ള രീതിയിൽ ഒരു ആശയം കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം അനൗൺസ് ചെയ്യുന്നതും. നിങ്ങൾ ബീങ് ഓണസ്റ്റ് ആയിട്ട് പറയണല്ലോ, ഇപ്പം നിലവിൽ 60ഓളം ഇവന്റുകളും 3000ഓളം ആളുകളും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഒറ്റ ഇവന്റുകളിലും ഞങ്ങൾ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ആളുകൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ആളുകൾക്ക് അവിടെ വരാം. അവിടെ ഇപ്പോൾ 4 വിറക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്തും ഓപ്പണായിട്ട് മനസ്സിന്ന് പറഞ്ഞു പോകുമെന്ന് പറയുന്ന പോലെ ആളുകൾക്ക് വരാം, അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ആ സർക്കിളിൽ തീരുന്ന പോലെ മെന്റലി ഒരു റിലീഫായിട്ട് ആളുകൾ തിരിച്ചിറങ്ങുന്ന പോലെയാണ് ഓരോ ഇവന്റുകളും ഉണ്ടാവാറ്. അപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒരു ബിസിനസ് സ്ട്രക്ചർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളുകൾക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെ വേറൊരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് ഒന്നുകൂടെ മാനസികമായിട്ട് ഒന്നൊരു റിലീഫ്, അല്ലെങ്കിൽ ഒരാളെങ്കിലും സംസാരിക്കണം, ഒരാളെങ്കിലും എന്നെ കേൾക്കണം എന്ന് തോന്നുന്ന ഒരുപാട് ആളുകളാണ് ഞങ്ങളുടെ അടുത്തേക്ക് എത്താറുള്ളത്. അങ്ങനത്തെ ഒരുപാട് ആളുകളെ കേൾക്കാനും അല്ലെങ്കിൽ അവർക്ക് ഒരു റിലീഫ് നൽകാനും ഞങ്ങൾക്ക് പറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നത്. ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിലൊരു മാറ്റം ഉണ്ടായെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകൾ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നോ പറഞ്ഞു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകൾ ചില ക്യാമ്പ് കഴിഞ്ഞ് പോയിട്ട് ഒമാന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ അത് ഞങ്ങളും അവരും എല്ലാവരും കൂടെ ഏൺ ചെയ്തൊരു സംഗതി പോലെ തോന്നാറുണ്ട്. ആ ഒരു സാധനമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി പോലെ വർക്കാവുന്നതും. ഓക്കെ, അതായത് നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ് പരസ്പരം സ്നേഹിക്കുക, അതേപോലെ പരിഗണിക്കുക എന്നുള്ളത്. അത് ഒരു ക്യാമ്പിലൂടെ അവരാരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഞാൻ എന്താണ് എന്ന് സ്വയം തിരിച്ചറിവ് കൊടുക്കാനും കഴിയുന്ന തരത്തിൽ സംവദിക്കാൻ കഴിയുന്ന ക്യാമ്പുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ നൽകി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫുലിജ്കായിലേക്ക് വരികയാണെങ്കിൽ, താങ്കൾ റെസ്റ്റോറൻറ്റ് മേഖലയിലാണ് ഇങ്ങനെ തങ്ങളുടെ പ്രവർത്തന മേഖല. ആ സമയം കമ്പാഷൻ എങ്ങനെയാണ് ആ ഒരു മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇതേപോലെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള യാതൊരു എക്സ്പീരിയൻസും ഇല്ല. ഈ മിക്കുമായിട്ട് ബന്ധം വിട്ടിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഇക്കായിസിൽ എങ്ങനെ ഒരു സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ആയി, അല്ലെങ്കിൽ എങ്ങനെ ഇക്കായിസ് ഉണ്ടായി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ IPM. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം, ഒരു ദിവസം ബട്ട്റോഡ് ബീച്ചിൽ കൂടെ പോകുന്ന സമയത്ത് മനസ്സിൽ ചെറിയൊരു ആശയം ഉണ്ടായതാ. എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഫണ്ടിന് വേണ്ടി പോവും, വലിയ വലിയ കോർപ്പറേറ്റ്സിൻ്റെ അടുത്ത് പോവും. ആ സമയത്ത് അവർ നമ്മളോട് പറയും, കുറച്ചു നേരം ഒന്ന് ഇരിക്കിട്ടോ, മാനേജർ വന്നിട്ടില്ല, അല്ലെങ്കിൽ മുതലാളി വന്നിട്ടില്ല. അങ്ങനെ ഒരു ദിവസം പോവും, 2 ദിവസം പോവും, 3 ദിവസം പോവും. ചിലപ്പോൾ നമുക്ക് അവർ പൈസ തരില്ല. ആ സമയത്ത് ഉണ്ടായ ഒരു ആശയമാണ്, നമ്മളിപ്പം ഈ കോഴിക്കോട് അങ്ങാടി എടുക്കുക. അവിടെ ഒരു ദിവസം ഒരുപാട് ഒരു 5 ലക്ഷോ അല്ലെങ്കിൽ 10 ലക്ഷോ ചായകൾ നമ്മൾ ഈ അങ്ങാടിയിൽ മാത്രം വിൽക്കുന്നുണ്ടാവും. ആ വിൽക്കുന്ന ചായയിൽ നിന്ന് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ നമ്മൾ ഇതേപോലത്തെ 10 രൂപയാണ് ചായന്റെ കോസ്റ്റ് എങ്കിൽ നമ്മൾ കോഴിക്കോട് മൊത്തം 12 രൂപ ആക്കിയിട്ട് അത് ഒരു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇതേപോലത്തെ സോഷ്യലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആശയത്തിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇക്കായിസ് എന്നുള്ളൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ബിസിനസ്സിൻ്റെ ആശയം നമ്മളെ ഉള്ളിലേക്ക് വന്നത്. അവിടെ നിന്ന് നമ്മൾ ഇത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരോട് ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ ആശയങ്ങൾ പല രീതിയിലായി. അങ്ങനെ വീടുകളിൽ താമസിക്കുന്ന ഒരുപാട് വിഡോസ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, അല്ലാത്ത ഹൗസ് വൈഫ്സ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം അവർ പോക്കറ്റിൽ നിന്ന് എടുക്കുക, ചിലപ്പം ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുക്കുക. അപ്പം അവർക്കൊരു സംരംഭകത്വം അല്ലെങ്കിൽ അവരെ മുമ്പോട്ട് കൊണ്ടുവരിക, അവരുടെ സാധനങ്ങൾ വാങ്ങുക, അത് നമ്മൾ സെയിൽ ചെയ്യുക. അത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീൻ വാങ്ങണമെങ്കിൽ മീൻകാരൻ വന്നു കഴിഞ്ഞാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന്
എടുത്തിട്ട് മീൻ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിൽക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടല്ലോ. അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇക്കായിസ് ഇതുപോലെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടണം. അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് ഇക്കായിസ്. പിന്നെ ഞാൻ ഒരു പാലിയേറ്റീവ് പ്രവർത്തകനായിട്ട് ഏകദേശം 10 വർഷത്തോളമായി. എന്നിലൂടെ ചിലപ്പം ഈ ഇക്കായിസും ഇതിൻ്റെ ആശയവും ഈ പറഞ്ഞ മാതിരി സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, നമ്മളെപ്പോലെ ഇതുപോലെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പിന്നെ മെയിനായിട്ട് നമ്മളെ ആശയങ്ങളും ബിസിനസ്സും മാറി മാറി പോകുമ്പം നമ്മളെ ഐഡിയകളും മാറും. അങ്ങനെയാണ് ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനും ഇൻ്റർനാഷണലി ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയത്. ഇത് സോഷ്യലി എങ്ങനെ സോഷ്യലി ഡിപ്പെൻഡഡ് ആയെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളത് IPM-ഉമായിട്ട് കണക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഉണ്ടായ ആശയങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇക്കായിസ് എന്നുള്ള ഈ ഒരു ഓൺടർപ്രണർഷിപ്പ്. താങ്ക് യു. അതായത് IPM-ൽ നിന്ന് ആരംഭിക്കുകയും തൻ്റെ പ്രവർത്തനങ്ങൾ IPM-ൽ നിന്ന് ആരംഭിക്കുകയും ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആയിട്ട് ആദ്യം ബട്ട് റോഡ് ആണെന്ന് തോന്നുന്നു ഒരു ഫുഡ് ട്രക്കിൽ തുടങ്ങുകയും ചെയ്തു. നമ്മുടെ ആവശ്യമാണ്, ബീച്ചിൽ പോലെ ഒരു ചായ കുടിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തിൽ 1.5 രൂപ വർദ്ധിപ്പിച്ച് രൂപ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ നൽകിയും ഏറ്റവും വളരെ നല്ല രീതിയിൽ ആ ഒരു രോഗികൾക്കായി മാറ്റിവെക്കുകയും ചെയ്യുന്ന ഫുലിസ്ക. അതുപോലെ ഇനി നമുക്ക് സുഹേലിനോടാണ് ചോദിക്കാനുള്ളത്. കോക്കോ ഇവന്റ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ ഒരു പുതുമ കാണാൻ വേണ്ടി കഴിയും. അതായത് ഏറ്റവും കുറഞ്ഞ ചെറിയൊരു കാലത്തിൽ ആരംഭിക്കുകയും ഇന്ന് ധാരാളം ഇവന്റുകൾ പരിപാടികൾ എടുത്ത് നടത്തി വരികയും ചെയ്യുന്ന ഈ ഒരു കോക്കോ ഇവന്റ്സ് എങ്ങനെയാണ് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ അത് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? ഹലോ, എൻ്റെ പേര് സുഹേൽ. ആദ്യം തന്നെ പറയാം, എനിക്കിങ്ങനെ അത്രയുള്ള വേദിയിലൊന്നും സംസാരിച്ചിട്ട് യാതൊരു പരിചയമില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ട് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനം നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ ഈ IPM-ഉമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു സാധനം ആദ്യം പറയാം. ഞാൻ അവിടെ പഠിച്ചത് JDT കോളേജിലാണ്. അപ്പോൾ അവിടെ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്, നല്ല ആക്റ്റീവാണ്. ഞാൻ കൊറോണ ബാച്ചിലാണ് പഠിച്ചത്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ IPM-ലേക്കാണ് നമ്മൾ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എത്തിയത്, ഇവിടെ പുല്ല് ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പുല്ല് ചെത്താൻ വന്ന് ഞാൻ തീരെ സോഷ്യലി ആൾക്കാരുമായിട്ടൊന്നും തീരെ ഇടപഴകുന്ന ആളല്ലായിരുന്നു. അപ്പോൾ ഇവിടെ പുല്ല് എത്താൻ വന്നപ്പോൾ വേറെയും കുറേ കുട്ടികളുണ്ട്. അങ്ങനെ ഈ ആൾക്കാരൊക്കെ ആയിട്ട് പെട്ടെന്ന് കണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കര കമ്പനി. അപ്പോൾ എന്തോ നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ അടുത്ത പാലിയേറ്റീവിൻ്റെ പരിപാടി ഈ കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ പെയിൻ്റ് അടിക്കാനായിരുന്നു. അങ്ങനെ ഇതേമാതിരി കുറച്ച് വർക്കുകൾ കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് SIPC-യിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വളണ്ടിയറായി. അങ്ങനെ ഇവിടെ IPM-ലെ ആക്ടിവിറ്റീസൊക്കെ നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ ഡിസൈനിങ് അതേമാതിരി വീഡിയോ എഡിറ്റിങ് സാധനങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ IPM-ലെ ഇലിയാസ്ക എന്നെ ഓരോ കുഞ്ഞി സാധനങ്ങൾക്ക് വിളിച്ച് അങ്ങനെ ഞാൻ ഇവിടെ ആയിപ്പോയതാ. ഓരോ ഈ അവിടുത്തെ ഓരോ ആക്ടിവിറ്റീസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അതേപോലെ അതിൻ്റെ മീഡിയ വർക്കിനായിട്ട് വന്നിട്ടാണ് ഇവിടെ ശരിക്കും ഇവിടെ എത്തിയത്. IPM-ൽ ഒരു കേക്ക് ഫെസ്റ്റ് നടന്നപ്പോഴാണ് ഇവിടെ ശരിക്കും എത്തുന്നത്. അങ്ങനെ ഇവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കും. അതേമാതിരി ഇവിടെ കേക്ക് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അറിയാലോ, ഇവിടെ ഡെക്കറേഷൻ വർക്ക് ഉണ്ടാവും, അതേമാതിരി ഇതിൻ്റെ ഡെലിവറി സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡെക്കറേഷൻ സാധനങ്ങൾക്കും അതേമാതിരി മീഡിയ സാധനങ്ങൾക്കും മെയിനായിട്ട് ഞാൻ മീഡിയ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് വളണ്ടിയേഴ്സ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ IPM. അപ്പോൾ ഈ IPM-ൽ കുറേ ആൾക്കാരുമായിട്ട് നല്ലൊരു ബന്ധം തന്നെ ഉണ്ടായി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഇവിടെയുള്ള ഷാബിദ് ക ഈ അനസിന് അതേമാതിരി ഒരു ഫിഡലുണ്ട്, ഇവരെ രണ്ടാളൊരു വർക്കിന് വിളിച്ച് സുലൈഖ മൻസിൽ ഫിലിമിൻ്റെ ഒരു പ്രൊമോഷൻ ഇവിടെ മലബാർ ഫ്ലീയിൽ നടക്കുന്നുണ്ട്. തിരൂര് മലബാർ ഫ്ലീയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്റ്റാള് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെയും വിളിച്ചത്.
അങ്ങനെ ഇവർ രണ്ടുപേരും പോയി അവിടെ സ്റ്റാളൊക്കെ കെട്ടി ഒരു തിരിച്ചു വന്ന് 10 ദിവസം കഴിഞ്ഞ് പരിപാടിയൊക്കെ എൻജോയ് ചെയ്ത് ആ 10 ദിവസം അവരവിടെ പോയിട്ടുണ്ട് കേട്ട്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ IPM-ലുള്ള വിഷ്ണു ഡോക്ടർ പിന്നെയും വിളിച്ചു വരാൻ. അവരെ ഒരു ഫ്രണ്ടിന്റെ പരിപാടി ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വെച്ചിട്ട് പോയ റിസോർട്ടിൽ. അപ്പോൾ ഈ അനസും ഫിഡലും വീട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കല്ലോ. അപ്പോൾ ഇവര് എന്നെയും കൂട്ടി വീഡിയോ എടുക്കാമല്ലോ എന്നുള്ള വീട്ടില് അങ്ങനെ ഞാനും വരെ കൂടെ പോയി. അങ്ങനെ വരെ കൂടെ പോയിട്ട് നമ്മളവിടെ ആ പരിപാടി ഞാനൊന്നും അറിഞ്ഞില്ല. ഇവര് രണ്ടുപേരും സാധനങ്ങളൊക്കെ വാങ്ങി ഇവരെന്നെ ചെയ്ത് ഞാനാണ് രാത്രി കിടന്നുറങ്ങി ചെയ്തിട്ടുണ്ട്. വർക്കിന്റെ ഇടയ്ക്ക് ആക്ച്വലി എനിക്ക് രാത്രി ഉറങ്ങിപ്പോകുന്ന പ്രശ്നമുണ്ട്. അപ്പോ ഞാനൊരു 12-12:30 ആയപ്പോ ഞാനൊരു മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങി. പക്ഷെ എന്റെ പണി വീഡിയോ എടുക്കൽ ഞാൻ എടുത്തിരുന്നു. പിന്നെ പന്തലൊക്കെ എങ്ങനെയോ തട്ടിക്കൂട്ടി കെട്ടി പരിപാടി സെറ്റാക്കി. അങ്ങനെ അടുത്ത ദിവസമായപ്പോ ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോ ആരെയും കാണുന്നില്ല ചുറ്റും. നോക്കുമ്പോ പന്തലാടുണ്ട് ഏതായാലും. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പോയി ആ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് നോക്കുമ്പോ ഇതൊരു പേര് കൊണ്ടൊക്കെ കൊടുക്കണ്ടേ. അപ്പോ പേരിടാൻ വേണ്ടിട്ട് പേരിന്റെ പിന്നെ പറയാം. അങ്ങനെ നമ്മളവിടെ പോയി ആ വീഡിയോ എടുത്ത് ഞാൻ നേരെ അവിടെ വെച്ച് അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ IPM വരുന്നത്. IPM വന്നിട്ട് പിന്നെ ഒരു മാസം ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു മാസം ഗ്യാപ്പിൽ ഇവിടെ പിന്നെ അനസ് വന്ന് അനസിന്റെ ഒരു ഫ്രണ്ടിന്റെ എന്തോ എൻഗേജ്മെന്റ് എന്തോ സാധനത്തിന് ഒരു ബീച്ചിൽ ഒരു ചെറിയ ഡെക്കോർ ചെയ്ത് കൊടുക്കുമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ IPM-ൽ ബിരിയാണി ഫെസ്റ്റ് നടക്കുന്ന തിരക്കിലാണുള്ളത്. അപ്പോൾ ഇവിടെ വളണ്ടിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 പേരാണ് അപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇവന്റ്സ് സാധനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പോയി ബീച്ചിൽ പോയി. അപ്പോൾ ഇവിടെ IPM തന്നെയുള്ള ഹിബ അതേപോലെ ബുഹാരി പരിപാടിക്ക് വന്ന് വെറുതെ ഓരെയും കൂട്ടി. നമ്മൾ ഇവിടെ IPM-ലാണ് ഓൾറെഡി ഉള്ളത്. നമ്മൾ വേറെ ഇവിടുത്തെ വർക്കിലാണ്. അതിൻ്റെ ഇടയിൽ പോകുമ്പോൾ ഇവരെയും കൂട്ടി. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി ആ പരിപാടി എന്തൊക്കെയോ ആക്കി ഞാൻ അതും ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്ത്. ബുഹാരിൻ്റെ നല്ലൊരു ഫോണുണ്ട്. അപ്പോൾ ഓൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് അങ്ങനെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. 2 വീഡിയോ ആയിട്ടോ. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ എവിടെങ്കിലും പോസ്റ്റ് ചെയ്യണോ വേറൊരു ചെങ്ങയുണ്ട്. അപ്പോൾ വേറൊരാളും കൂടി വന്ന് അനസിന്റെ ഉറ്റ സുഹൃത്ത് സുഹൈൽ. അപ്പോൾ ഇവൻക്ക് ഈ വീഡിയോ എവിടെയെന്ന് വെച്ച് അയച്ചുതരുമെന്ന് വെച്ച്. അപ്പോൾ അവനെ അയക്കാൻ മടിയോണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് രാത്രി 12:30 പോസ്റ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 5 ഫോളോവേഴ്സ് ഉള്ളത് നമുക്ക്. അപ്പോൾ 5 ഫോളോവേഴ്സ് ആണല്ലോ. അപ്പൊ എന്തായാലും ഈ സുഹൈൽ കാണും, പിന്നെ ഞാനും കാണും, പിന്നെ അതേ ഉള്ളൂ, ഈ 4 ആൾക്കാരേ ഉള്ളൂ. പിന്നെ അശ്വന്ത് ഓന്റെ 2 അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ 4 ആളെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് രാത്രി ഞാൻ കിടന്നുറങ്ങി. എന്റെ സാധാരണ ഉറക്ക പ്രശ്നം വന്നു. ഞാൻ 12:30 പിന്നെ ഉറങ്ങി. ബിരിയാണി ഫെസ്റ്റിന് എന്തൊക്കെയോ പണിയുണ്ട്. അപ്പൊ അവിടെ സ്റ്റുഡൻസ് റൂമിൽ കിടന്നുറങ്ങാം. അപ്പോ രാവിലെ എണീച്ച പണ്ട് ഈ ചങ്ങായി വന്നിട്ട് രാവിലെ വന്നിട്ട് പറയുന്നത്, എടാ നമ്മളെ വീഡിയോക്ക് 8000 വ്യൂ ആയിന്ന്. അങ്ങനെ രാത്രി 12:30 പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് രാവിലെ നോക്കുമ്പോൾ 8000 വ്യൂ. അങ്ങനെ ആ വീഡിയോ അടിച്ചു കയറി അമ്മക്ക് കയറാ പറഞ്ഞാൽ 60K എന്നുള്ള ഒറ്റ വീഡിയോ പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം റീച്ചുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ 60K ഒന്നും കണ്ടിട്ടെന്നല്ല. അങ്ങനെ 8 ഫോളോവേഴ്സുള്ള നമുക്ക് 60K 40 ഫോളോവേഴ്സും. അങ്ങനെ അതിൽ നിന്ന് നമുക്കൊരു എൻക്വയറി വന്ന് തൃശ്ശൂർ ഗുരുവായൂരിൽ വന്ന്. അങ്ങനെ ഒരു മെസ്സേജ് അയച്ച് നമ്മളൊരു എന്തോ കുഞ്ഞു വർക്കേക്ക് എന്തായാലും അങ്ങനെ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് സൈറ്റ് വിസിറ്റിന് പോകാന്ന് വിചാരിച്ച്. പക്ഷെ നമ്മളാരെയും കൈമ പൈസ അല്ല. സത്യം പറയണ ഞങ്ങൾക്ക് ആർക്കും ഒരു പണിയില്ല. അപ്പോ നമ്മള് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോ ഹിബ ഉണ്ട് കൂടെ. അപ്പോ ഹിബനെ വീട്ടിൽ നിന്ന് വിടണമെങ്കിൽ കൂടെ ഒരു പെൺകുട്ടി വേണം, അല്ലെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് വിടൂല പറഞ്ഞ്. അപ്പോ നമ്മൾ പെൺകുട്ടിനെ തപ്പാൻ തുടങ്ങി. IPM തന്നെ ഉള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ നമുക്ക് കൂട്ടാൻ പറ്റിയൊരു പെൺകുട്ടിനെ കൂട്ടണം. അങ്ങനെ തപ്പി തപ്പി അവസാനം നമുക്ക് വേറെ കുട്ടിനെ കൂടെ കിട്ടി, നിമിഷ. അങ്ങനെ നമ്മൾ ഇവളെയും കൂടി നമ്മളെ 5 ആൾക്കാർ, കറക്റ്റ് ആളെണ്ണ ഓർമ്മയില്ല, ഇത്ര ആൾക്കാർ നമ്മൾ ഗുരുവായൂരേക്ക് ട്രെയിനൊക്കെ കയറി. അവിടുന്ന് കുറ്റിപ്പുറം ഇറങ്ങി, അവിടുന്ന് ബസ് കയറി, നൈസ് വൈബ് നമ്മൾ ട്രിപ്പൊക്കെ പോലെ പോയി. കയ്യിൽ ആരുടെ അടുത്ത് പൈസ, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ 1000-1000 ചില്ലാനും അങ്ങനെ എക്സ്പെൻസ് വരുമല്ലോ. അങ്ങനെ അവിടെ വരെ എത്തി. വീട്ടില് നമ്മളെല്ലാവരും നടന്ന് ഞാൻ ഗുരുവായൂർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മളങ്ങോട്ടേക്ക് നടന്ന് ഒരു വീടിന് മുന്നേ പോവാ. ഇവൻസാറ് സൈറ്റ് വിസിറ്റിന് പോയതാ. അങ്ങനെ ഇവരടുത്ത് സംസാരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് നമ്മളെ കൈമേൽ നിൽക്കുന്ന സാധനമല്ല, അത് കുറച്ച് വലിയ വർക്കാന്ന്.
അതായത് കംപ്ലീറ്റ് പന്തല്, സൗണ്ട്, ലൈറ്റ്, പിന്നെ ആങ്കറിങ് അടിക്കുക, അതായത് അവരെ കംപ്ലീറ്റ് വർക്ക്. ഹൽദി മെഹന്തി പറഞ്ഞിട്ടാ പോയത്. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു, ആരോ ഹൽദി മെഹന്തി ഇത്ര വലുതാക്കി നടത്തോന്ന്. അങ്ങനെ നമ്മളവിടെ എത്തി. ഏതായാലും നമുക്ക് നോക്കാനുള്ള, നമ്മളെ അളവെടുക്കാൻ നോക്കാം, നമ്മളെ ടാപ്പ് എടുക്കണമെന്നുള്ള ബോധം കൂടിയില്ല നമുക്ക്. അങ്ങനെ ഈ കാലടി വെച്ച് നടന്ന് അളവൊക്കെ എടുത്ത് ആ മൂട് പോയിട്ട് സാധനം എടുത്ത്, അങ്ങനെ നമ്മള് അളവെടുത്ത് സാധനം സ്ഥലത്തൊക്കെ 4 ഫോട്ടോ തലങ്ങും എടുത്ത് ഭയങ്കര പ്ലാനിങ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ പണി അറിയാം. കാരണം നമ്മളിവിടെ IPMല് ഇവിടെ ഓരോ ആക്ടിവിറ്റീസ് വരുമ്പോൾ നമ്മളിലുള്ള ഈ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഡെക്കോർ സാധനങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ IPM എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്ക് ഒരുപാട് നമ്മൾ കുറെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ പുതിയതായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നമ്മളാണെങ്കിലും ലൈറ്റ് ആൻഡ് സൗണ്ട് ആകാത്ത നമ്മൾ ലൈറ്റ് കെട്ടുക, സൗണ്ടിന്റെ പരിപാടി അതേമാതിരി ഡെക്കറേഷൻ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഈ സാധനമൊക്കെ നല്ലോണം അറിയാം, ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, സുഹൈലിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് കുറച്ച് സമയം വരെ അനുവദിച്ചിട്ടുള്ളൂ. സുഹൈലിന്റെ കഥ പോവുകയാണെങ്കിൽ ഇങ്ങനെ കേട്ടിരിക്കും, നമ്മൾ ബാക്കി പരിപാടികളൊന്നും നടക്കാത്ത അവസ്ഥയാവും. ഓക്കെ, അതായത് നമ്മൾ കോളേജിൽ JDTയിൽ അഡ്മിഷൻ എടുക്കുകയും IPMലേക്ക് ആദ്യം കാലത്ത് വെക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും പിന്നെ IPM തന്നെ ആയിപ്പോവുകയും ചെയ്തിട്ടുള്ള സുഹൈല്, അതേപോലെ തന്നെ സിലബസ് ഇത് പഠിച്ചിട്ടില്ലെങ്കിലും ജീവിതം പഠിച്ചു എന്ന് പറയാം. ഇത്രയും ഒരു ചെറിയ ഒരു സംരംഭം തങ്ങാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ കമ്പാഷൻ വേണ്ട എന്നാണ് പലരും പറയാം. കാരണം കമ്പാഷനോട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ബിസിനസ്സിലെ ലാഭം കുറയും. പക്ഷെ ഈ ഒരു കാലത്ത്, ഈ ഒരു ആധുനികതയിൽ നിൽക്കുമ്പോൾ പല ആളുകളും അല്ലെ പല വ്യക്തികളും പല കമ്പനികളും ബിസിനസ്സിനോടൊപ്പം തന്നെ കമ്പാഷനും കൂടി ചേർത്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ആ ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഉണ്ടായതെന്ന് മുജീബ് സാർ ഒന്ന് പറയും. പിന്നെ ചോദ്യത്തിനോട് ഞാൻ വിയോജിക്കുന്നു. കാരണം ബിസിനസ്സും കമ്പാഷനും ഒത്തൊരുമിച്ച് പോകുന്നില്ല എന്ന് നമ്മൾ ഇന്ത്യയിൽ ആദ്യം കാണിച്ചു തന്നത് ടാറ്റ എന്ന് പറയുന്ന കമ്പനി ആണ് നമ്മളുടെ ടാറ്റ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിൽ നടത്തുന്നത്. എത്രയോ പടിപ്പാവങ്ങൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സോഷ്യൽ എന്റർപ്രൈസ് ആണത്. കാശുള്ളവൻ്റെ അടുത്ത് കാശ് വാങ്ങിച്ചുകൊണ്ട് ടാറ്റ എന്ന് പറയുന്ന വലിയ ബിസിനസ്, ഇപ്പോഴത്തെ ബിസിനസ് സാമ്രാജ്യങ്ങളായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആധുനികമായിട്ട് ഉയർന്നു വരുന്ന സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോ ആ കമ്പാഷൻ ബിസിനസ്സും ഒത്തുപോകുന്നുള്ളതിന്റെ വലിയ തെളിവുകളാണ് ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ തന്നെ നമ്മുടെ അടുത്തല്ല. ഇപ്പൊ ഇത് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞ ഏത് കാലത്തും 2 രൂപത്തിലുള്ള ബിസിനസ്സുകളും ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു സാധനമല്ല. ബഹുഭൂരിഭാഗം ബിസിനസ്സുകളും ചെയ്യുന്നത് വളരെ മാന്യമായിട്ട് തന്നെയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതിനോടൊപ്പം നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കൂടെ, അതിന് SDG എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് നേഷൻസ് ഒരു ഗോൾസ്, അതായത് നമ്മൾക്കുണ്ടാകുന്ന വികസനം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ വികസനം അടുത്ത തലമുറയുടെ വികസനത്തിന് വികാസമാകരുത്. അടുത്ത തലമുറയുടെ വികസനത്തിന് വികാസമാകാത്ത വികസനമായിരിക്കണം ഇപ്പോഴത്തെ വികസനം എന്നതാണ് സസ്റ്റൈൻഡ് ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന SDG. അതായത് ഇലിറ്ററസിയും പോവർട്ടിയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറയുന്ന CSR എന്ന് പറയുന്നിട്ടുള്ള സാധനം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ CSR നമ്മൾ ഇന്ത്യയിലെ എല്ലാ ബിസിനസ്സുകളും 2014 മുതൽ നിർബന്ധമായിട്ടും 1000 കോടി വിറ്റുവരവുള്ളത്, ഒരു കൊല്ലം 5 കോടിയിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന മുഴുവൻ കമ്പനികളും 2% അവരുടെ പ്രോഫിറ്റിന്റെ 2% സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലോട്ട് ചെലവഴിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെലവഴിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ CSR വഴി ചെലവഴിച്ചത് 23,000 കോടി രൂപയാണ്. 23,000 കോടി. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം. സോഷ്യൽ ഇന്നോവേഷൻസ് ഉള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം. ബിസിനസ് മോഡൽ വിത്ത് എ കമ്പാഷനേറ്റ് മോഡൽ. ഞാൻ
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പേര് കമ്പാഷനേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. 23,000 കോടി രൂപ നമുക്ക് കമ്പനികൾ, അത് ഇപ്പോഴും പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുസ്തക വിതരണം, കിറ്റ് വിതരണം, ഇതിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പാഡ്മോനെ പോലെയുള്ള അതിന് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളാണ് നമ്മുടെ ഇവിടെ. കാരണം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നേരത്തെ ഇവിടെ നമ്മൾ ബിസിനസ് രംഗത്ത് വളരെ തമാശ രൂപത്തിലാണെങ്കിലും ഈ IPL നിന്ന് കിട്ടിയ ഊർജം കൊണ്ട് ജീവിതത്തെ അത്രമേൽ കമ്പാഷനേറ്റ് ആക്കിയ കുട്ടികളാണ് ഇവിടെ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ വലിയൊരു IPM എന്ന് പറയുന്നത് പാലിയേറ്റീവിന് അപ്പുറത്തുമുള്ള കമ്പാഷന്റെ ഒരു പ്രതീക്ഷ നൽകുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മളുടെ ഇവിടെ നടന്ന ഈ ചർച്ച. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു ഊർജവും ബിസിനസ് എന്ന് പറയുന്നത്, ഓൺടർപ്രൈനർഷിപ്പ് എന്ന് പറയുന്നത്, സംരംഭകം എന്ന് പറയുന്നത് നമുക്ക് ഒരു ജോലി ചെയ്യുന്നതിനേക്കാളും ഒരുപാട് മനുഷ്യർക്ക് ജോലി ലഭ്യമാക്കുന്ന, അത് ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ട് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകളാണ് നിങ്ങളുള്ളത് എന്ന ബോധ്യം ഉണർത്താൻ കൂടെ ഈ പരിപാടിക്ക് സാധ്യമാവട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, അതായത് കമ്പനികൾ അവരുടെ ലാഭത്തിന്റെ ഒരു വിഹിതം ഈ ഒരു കമ്പാഷനേറ്റീവിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് എന്നാണ് സാർ പറഞ്ഞത്. ഇനി ഫുലിജിക്കാനോടാണ്, അതായത് IPM-ലെ ആദ്യത്തെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു വളണ്ടിയറാണ് ഫുലിജിക്ക. അപ്പോൾ ഇവിടെ എത്തിപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പറയാ, അതോടൊപ്പം തന്നെ തൻ്റെ ഫാമിലിയെ കുറിച്ചും ഒന്ന് സൂചിപ്പിക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ വളണ്ടിയർ ഞാനല്ല. നമ്മളെക്കാട്ടി മുമ്പേ ഇതിന്റെ ബാച്ചും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത വേറെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇവിടെ വരുന്നത് 2014 എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് സത്യം പറഞ്ഞാൽ മാത്സ് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ജോസേട്ടൻ്റെ ക്ലാസ്സിൽ IPM-ന്റെ ഓറിയന്റേഷന് വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ക്ലാസ് കേട്ട് സത്യം പറഞ്ഞാൽ കോരിത്തരിച്ചു. ജോസേട്ടൻ്റെ ഭയങ്കര പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് നമ്മൾ ഈ സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് പാലിയേറ്റീവിൻ്റെ നമ്മളെ സീനിയേഴ്സ് ഉണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ സമയത്താണ് ലൈഫിൽ ചെറിയൊരു ബ്രേക്ക് വന്നു. ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ സേഫ് കാണ്ട്, ഇവിടെ സുരേഷ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, അൻപർ ഡോക്ടർ ഉണ്ട്, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ക്യൂരിയസ് പോലെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിച്ചു. ബിക്കോസ് ഐ കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്യൂരിയസിന്റെ ഇപ്പോഴത്തെ ഇത് അതാണ് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇവന്റ് ഫോക്കസ് മാളിൽ വെച്ചിട്ട് ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു എന്നൊരു പ്രോഗ്രാം ചെയ്തു. പിന്നെ ഇതേപോലെ സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് പാലിയേറ്റീവിന്റെ ആശയം വളർത്തിയെടുക്കുക എന്നുള്ള ചിന്തയിൽ നിന്ന് ഓരോ കോളേജുകളിലും പോയി നമ്മൾ ഇതേപോലെ ഇവിടുത്തെ ഓരോ മെമ്പേഴ്സ് ഉണ്ടാവും, നമ്മളവിടെ പോയി ക്ലാസ് എടുക്കും. പിന്നെ അതേപോലെ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് പറയും. അങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഇവിടെ ഒരു കൊട ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പ് ഉണ്ട്, ഫുഡ് പ്രിൻസിന്റെ. ആ സമയത്ത് ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പേഷ്യന്റിന്റെ മോള. ആ മകള് ഒരു ദിവസം ഒരു കളർ ചെയ്യുന്ന ഒരു ബുക്കിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞ സമയത്ത് ഞാൻ അറിയാതെ കേട്ടപ്പോൾ അത് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഈ അച്ഛന് ഈ മോളെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ. അങ്ങനെ ആ കുട്ടീൻ്റെ ബാക്കിയുള്ള പഠനങ്ങൾ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാത്തൊരവസ്ഥ വന്നപ്പം അത് മൂപ്പര് ഇതേപോലെ വേറെ ഏതോ ഒരു പേഷ്യൻറ്റിനോട് പറഞ്ഞത് കേട്ടതാ. അങ്ങനെ നമ്മളൊരു 5-6 ടീം കൂടി ചേർന്നിട്ട് ആ കുട്ടിയെ ഏറ്റെടുത്തു. എൻ്റെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്തത് ആ കുട്ടിയാണെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം നമ്മൾ അതുവരെ ഈ കമ്പാഷൻ എന്താണ്, അല്ലെങ്കിൽ ആളുകളെ സഹായിക്കണം എന്നുള്ള മനോഭാവം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിരുന്നു. കാരണം നമ്മളൊക്കെ ആ ഒരു ടീനേജ് കാലഘട്ടം ആയിരുന്നു. ആ സമയത്ത് നമ്മൾ അടിച്ചു പൊളിക്കുക, പോവാ, ഫിലിമിന് പോവാ, ക്ലാസ് കേട്ടാക്കുക, ഈ ഒരു സംഭവങ്ങൾ മാത്രമല്ല ഉണ്ടാവുക. അവിടെ നിന്നാണ് ഈ ബിക്കോസ് ഐ കെയറിന്റെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇതേപോലെ നിങ്ങളെപ്പോലെ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവര് എല്ലാവരും കൂടിയിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ നടന്നു. ലൈഫില് നമ്മൾ കരഞ്ഞു പോകുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവും. അതേപോലെ ഒരു സിറ്റുവേഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ ബിക്കോസ് ഐ കെയർ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഞാനും നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് റംഷി, നമ്മൾ രണ്ടാളും JDT-യിൽ വെച്ചിട്ട് വലിയ ഹാളിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു സോങ് ഉണ്ടായിരുന്നു, ബിക്കോസ് ഐ കെയറിന്റെ ഒരു സോങ്. ആ സോങ് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പാടുക. അപ്പം ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്, റംഷി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ റംഷിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടോ റംഷി? അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി.
അപ്പോഴത്തേക്ക് റംഷ്യം കരയാൻ തുടങ്ങി. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ ലൈഫിൽ നമ്മളൊരാളെ സഹായിക്കുന്നത് എന്തിനാണ്, നമ്മൾ എന്തിനാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നുള്ളതിനുള്ള ഒരുപാട് ഉത്തരങ്ങൾ ഒരുപാട് ആളുകളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പം കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്നിട്ടായിരിക്കും, അവർ പറയുന്നത് കേട്ടിട്ടായിരിക്കും. അത് നമുക്ക് കുറച്ച് സമയമായിരിക്കും നമ്മൾ ചെലവഴിക്കുന്നത്, പക്ഷെ അത് അവർക്ക് ഉണ്ടാക്കുന്ന, ആ പേഷ്യന്റിന് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ ദിവസം മൊത്തം അയാൾക്ക് അത് സന്തോഷമായിരിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് IPM എത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫ് IPM ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ കണക്റ്റഡ് ആണ്. എൻ്റെ വൈഫും ഇവിടെ തന്നെയാണ് ഉണ്ടായത്. നമ്മളെ കാട്ടിയൊക്കെ വളരെ നല്ല വളണ്ടറാണ് മൂപ്പത്തി. പിന്നെ ഇന്നലെ സത്യം പറഞ്ഞാൽ ഇത് ഒരു ഇതിനു വേണ്ടി പറയല്ല, എൻ്റെ മോൾ ഇന്നലെ ഫുഡ് പ്രിൻസിൻ്റെ പേഷ്യൻസിൻ്റെ കൂടെ മുട്ടായി വിൽക്കുന്ന ഒരു ഇതിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഒരു 10 വർഷത്തിന് ശേഷം അടുത്ത ക്യൂരിയസ് വരുമ്പോൾ ചിലപ്പോൾ ഇവളൊക്കെ ഇവിടെ വളണ്ടറായിട്ട് വരാനും ഇതിനുള്ളൊക്കെ ചാൻസുകൾ ഉണ്ട്. അവളെ അവളെ UK കൊണ്ടുപോയില്ലെങ്കിൽ അവൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം അതേപോലെ സമൂഹത്തിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അത് ബിസിനസ്സിലൂടെ തന്നെ വേണമെന്നില്ല. നമ്മൾ ഇതേപോലെ നമ്മളെ സമയങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിച്ചാൽ തന്നെ അവർക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്. ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, നമ്മളെ ലിനീഷേട്ടൻ, ഹംസക്ക, റിയാസ്ക, ഇവർക്കൊക്കെ നമ്മളെ അത്രയും അറിയുന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ റീൽസിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണുന്ന കുറെ കോഴ്സ് ഉണ്ടല്ലോ, അതിനെക്കാട്ടും എത്രയോ ഇമ്പാക്റ്റ് ഒരുപാട് നമുക്ക് ഉണ്ടാവും. അവരുടെ ലൈഫിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ, അവര് ഇത്രയും കാലം ഈ ചലനശേഷി ഇല്ലാത്ത സമയത്തും അവർക്ക് എന്താ പറയാ, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവുക നമ്മൾക്ക് കഴിവുണ്ടായിട്ടും നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണ് എന്നുള്ളത്. അതുപോലെയാണ് ഇക്കായുസും, അതിൽ നിന്ന് തന്നെയാണ് ഇക്കായുസും ഉണ്ടായത്. ഇത്രയും കാലം നമ്മൾ എന്താ പറയാ, ഇന്റർനാഷണലി നമ്മളെ ബ്രാഞ്ചസ് റിവീൽ ചെയ്തു. നമ്മൾ ഇൻഷാല്ലാ നെക്സ്റ്റ് മാർച്ച് ആകുമ്പം കുവൈത്തിലും UK നമ്മൾ ഓൺ ബ്രാഞ്ചസ് ഇടുന്നുണ്ട്. ഇവിടെ കോഴിക്കോട് ഉണ്ടായിരുന്നു, ഇനി അത് ചെറിയ കുറച്ച് ഇഷ്യൂസ് കൊണ്ട് നമ്മൾ അതിപ്പോൾ ക്ലോസ് ചെയ്തതാണ്. ഇനി നമ്മൾ എന്തായാലും ഈ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ IPM-ഉമായിട്ട് എങ്ങനെയൊക്കെ സഹകരിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ആശയങ്ങൾ മുമ്പോട്ട് വെച്ചിട്ട് എന്തായാലും ഇക്കാര്യസ് റീഓപ്പൺ ചെയ്യും. അത് ഞാൻ ഇവിടെ ഉള്ള എല്ലാവർക്കും തരുന്ന വാക്കാണ്. പിന്നെ ബിസിനസ് എന്ന് പറയുന്നത് വെറും പ്രോഫിറ്റ് മാത്രമായിരിക്കില്ല. ഞാനൊക്കെ ബിസിനസ്സിലേക്ക് വന്ന് ഏകദേശം 1 കൊല്ലം, നമ്മൾ ഇക്കാര്യസ് സ്റ്റാർട്ട് ചെയ്ത് 1 കൊല്ലം ഒരു നോമ്പിന് മാത്രമാണ് ഒരു 10,000 രൂപ മാത്രമേ നമ്മൾ ആ കൊല്ലം എടുത്തിട്ടുള്ളൂ. അത് നോമ്പിന് മാത്രം എടുത്തത്. അതുവരെ ഇതേപോലെ പട്ടിണിയും കുറെ സ്ട്രഗിൾ ചെയ്യണം. അതേപോലെ ഒരു സ്ട്രഗിളിലൂടെയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പം കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാ അതൊക്കെ അത് ബിസിനസിന്റെ പാർട്ടാണ്. അതൊക്കെ നമുക്ക് അതിനുള്ള ഊർജം, അതായത് അതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പം ആത്മഹത്യയല്ല നമ്മളുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ഇവിടെ IPM-ലെ പേഷ്യൻസും ഇവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിലപ്പോൾ നമ്മൾ പീക്കിൽ നിൽക്കുന്ന സമയമായിരിക്കും, ഒറ്റയടിക്ക് നമ്മൾ താഴ്ത്തെത്തും. ആ സമയത്ത് നമ്മുടെ മനസ്സിനെ എന്താ പറയാ, ആ ഒരു ഊർജത്തോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ ഇവിടത്തെ ആളുകൾക്ക്, ഇവിടെ വന്ന ഓരോ വളണ്ടിയേഴ്സിനും ഓരോ മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇതേപോലെ നിങ്ങളെപ്പോലെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ തീരെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ പേടിയുള്ള ഒരാളായിരുന്നു ഞാനൊരു സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്നതിന് ശേഷമാണ്. അതിന് ശേഷം നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, അത് നല്ല രീതിയിലുള്ള മാറ്റങ്ങളെ ഇവിടെ നിന്ന് എന്തായാലും ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ഇതാണ് സത്യം പറഞ്ഞാൽ ഇക്കായുസും IPM-ഉമായിട്ടുള്ള കണക്ഷൻ. അത് ഇനിയും ത്രൂ ഔട്ട് നമ്മൾ മരിക്കുന്നവരെ അത് മുമ്പോട്ട് പോകണം എന്ന് നമുക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. ഓക്കെ ഫുലിജിക്ക, ഇനി മുബാറക്കിനോടാണ്. അതായത് ഇപ്പോൾ ഒരു പുതിയ സംരംഭം കൂടി, പുതിയ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനെക്കുറിച്ചും അതിൽ കമ്പാഷൻ എങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളതിനെ കുറിച്ചും ഒന്ന് പറയുമോ? ഞാൻ അങ്ങനെ കുറെ പോയിന്റ്സ് ആലോചിക്കാൻ ഫുള്ളേജൊക്കെ ആക്കി. പിന്നെ എന്താ, നമ്മൾ ക്യാമ്പിങ് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോകും, അല്ലെങ്കിൽ എന്താ
നമ്മളിങ്ങനെ നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടാവില്ല വലിയ അടിപൊളിയായിട്ട് ബീഫ് അടിപൊളിയായിട്ട് ഒരുക്കും. നമ്മൾ ഗൾഫൊക്കെ കൊടുത്തേക്കുമ്പോട്ട് ഇങ്ങനെ ഉണക്കമായിട്ട് മേശൊക്കെ ഇടുമ്പോൾ അങ്ങനെ ആരും അറിയാണ്ട് പോയി കഴിക്കുമായിരുന്നു. അങ്ങനെ ഓരോ ആളുകളെ ഫാമിലിയിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ഇങ്ങനെ ചില അച്ചാറുകൾ അല്ലെങ്കിൽ ചില ഉമ്മമാരുണ്ടാക്കുന്ന എന്തെങ്കിലും ഫുഡോ ചില സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ തോന്നല്ലോ, ഇതൊന്നും വേറെ ആർക്കും കിട്ടണില്ലല്ലോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലോ എന്ന് തോന്നല്ലോ. അങ്ങനെയുള്ളൊരു സംഗതി നമ്മളിങ്ങനെ പവളായിട്ട് ഞങ്ങൾ രാത്രി ഇരിക്കുമ്പോൾ എൻ്റെ പാർട്ട്ണറായിട്ട് രാത്രി ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ പണ്ട് ഒരു സിമ്പിളായിട്ട് ജീവിക്കണം എന്നുള്ളൊരു എയിമായിരുന്നു. എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ജീവിക്കുക, ആരും മരിക്കുക, അങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മളെ കയ്യിൽ ഒരു കുറച്ച് എഡിറ്റിംഗ് ആണ്, സ്ട്രാറ്റജി ബിൽഡിംഗ്. അപ്പോൾ ഇങ്ങനെ ആരും അറിയാണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ചില വീട്ടമ്മമാരോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലത് നമുക്ക് ചെയ്യാനായാലോ എന്ന് തോന്നി. അങ്ങനെയാണ് ശരിക്കും നാടൻ പ്രൊഡക്ട്സിലൊരു ആശയ്ക്ക് വരുന്നത്. നാടൻ പ്രൊഡക്ട്സ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഫാമിലിയോ ആരെങ്കിലും ഉമ്മയോ ഉപ്പ ആരും ആയിക്കോട്ടെ, അത് എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ഫുഡ് പ്രൊഡക്റ്റ് ആവണമെന്നില്ല, എന്ത് ഇപ്പോൾ ചൂല് മുതൽ ഉമിക്കരോ എന്ത് സംഗതി ആണെങ്കിലും അത് ബ്രാൻഡ് ചെയ്ത് അവർക്ക് ലൈസൻസും കാര്യങ്ങളും എടുത്തുന്നത് അത് ബ്രാൻഡ് ചെയ്ത് നമ്മളത് മാർക്കറ്റ് ചെയ്ത് സെല് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പം നിലവിൽ സുബൈദ എന്ന് പറഞ്ഞിട്ട് രാമനാട്ടിലെ ഒരു ഉമ്മയാണ് ഞങ്ങളെ പിക്കിൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഒരു സെഗ്മെന്റ് ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്തില്ല, നിങ്ങളെ മുമ്പിലാണ് ഫസ്റ്റ് ആയിട്ട് ഈ കാര്യം പറയുന്നത്. നമ്മളെ ഫസ്റ്റ് സെഗ്മെന്റ് ആയിട്ടുള്ള പിക്കിൾ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യും. അതിൽ കടൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സീ ഫുഡ്സ് വരുന്നുണ്ട്, കര എന്ന പേരിൽ കുറച്ച് ഡക്ക് ചിക്കൻ ബീഫ് അങ്ങനത്തെ കുറച്ച് അതുപോലെ കര അല്ല തോട്ടം എന്ന് പറഞ്ഞ മിക്സ് ഫുഡ് മിക്സ് ചെയ്യാണ്ട് സ്വന്തം നിൽക്കാൻ പറ്റുന്ന ഒരു ഏണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാന്നില്ലാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് എമൗണ്ട് നമ്മൾ ഇതേപോലെ രാജസ്ഥാൻ പോലത്തെ കുറച്ച് സ്ഥലങ്ങളിൽ ഇല്ല കുട്ടികളെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഇത് പറയണമെന്ന് വിചാരിച്ചല്ല, അറിയാണ്ട് ഇതിൻ്റെ നാവ് നിന്നതാണ്. അപ്പം ഇങ്ങനത്തെ രീതിയിലും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതാണ് ഒരു നാടൻ പ്രൊഡക്ട്സിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് പറയുകയാണെങ്കിൽ. അത് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ലോഞ്ച് ചെയ്യും. ഒരു പ്രൊഡക്റ്റ് ഞാൻ പറ്റി ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ടെൻഷൻ കാരണം അത് എടുക്കാൻ മറന്നുപോയി. അതായത് കര കൽത്തോട്ടം എന്നുള്ള രീതിയിൽ മിക്സ്ഡ് അച്ചാറുകൾ ഹോം മേക്കേഴ്സ് വെച്ച് അതുണ്ടാക്കിയിട്ട് അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം മറ്റുള്ള ആളുകൾക്ക് ചെലവഴിക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നല്ലൊരു ആശയമാണ്. ഇനി സുഹേലിനോട് ഒരു ചോദ്യം കൂടി, അതായത് ഇപ്പോൾ കോക്കോ ഇവന്റ്സിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ? അതായത് അവിടെ വരെ നമ്മൾ പറഞ്ഞെത്തി, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ സുഹേൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹലോ, നമ്മൾ ശരിക്കും ഈ ഒരു സാധനം ഒരു ബിസിനസ് എന്നുള്ള രൂപത്തിലല്ല ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ സാധനം തന്നാലെ ഫോമായ ഒരു സാധനമാണ്. നമ്മളിപ്പോൾ 8ഓളം ആൾക്കാരുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നഷ്ടത്തിലാണ് സാധാരണ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളെടുത്ത് കുറേ നമ്മൾ ഈ വർക്കിന് എടുത്ത കുറേ സാധനങ്ങളും അതേപോലെ നമുക്ക് കുറേ എക്സ്പീരിയൻസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ചാലഞ്ചസ് നമ്മൾ ഇത് ബിസിനസ്സായിട്ട് കാണാത്തോണ്ടുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് അതേമാതിരി നമുക്ക് ഓരോരുത്ത് പൈസ എല്ലാം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പരിപാടി മാക്സിമം ഇതാക്കിയിട്ട് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഇത് ബിസിനസ് അല്ലാണ്ട് കാണുന്നതുകൊണ്ട് നമുക്ക് നഷ്ടം വരുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ചാലഞ്ചസ്. വേറെ പ്രശ്നം അതായത് ഇപ്പോൾ നഷ്ടമാണുള്ളത്, ഇനി ലാഭത്തിലേക്ക് ഉയരാൻ വേണ്ടി സാധിക്കും എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നമ്മളെ ക്യൂരിയസിൽ തന്നെ കുറെ അധികം പ്രവർത്തനങ്ങളിൽ കോക്കോ ഇവന്റ്സ് പങ്കാളികളായിട്ടുണ്ട്, ആവുന്നുമുണ്ട്. ഇനി നമ്മൾ പ്രേക്ഷകർക്കുള്ള ഊഴമാണ്, അവസരമാണ്. പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നേരിട്ട് നമ്മുടെ ചർച്ചയ്ക്കെത്തിയ ആളുകളോട് ചോദിക്കാവുന്നതാണ്. ഹലോ, നിലവിൽ പൊളിറ്റിക്സ് കൃത്യമായിട്ടും ഈ എന്റർപ്രണേഴ്സിന്റെ ഇടപെടുന്ന ഒരു സംഭവം നമ്മളിപ്പം യൂസുഫ് അലിക്ക് പോലും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് പൊളിറ്റിക്സ് നിങ്ങളത് പറയാണ്, നിങ്ങളുടെ ഒരു നിങ്ങൾ പൊളിറ്റിക്കലി എന്തെങ്കിലും എഴുതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ED വെച്ചിട്ടും നിങ്ങൾ ഒരു ഉയർച്ചയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ വളരെ വലിയ ഉയർച്ചയിലെത്താൻ നിങ്ങളത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അതിനകത്ത് നിങ്ങളുടെ ഒരു നിലപാട് എന്തായിരിക്കും?
ആരോടാണ് ചോദ്യം? അതായത് പൊളിറ്റിക്കലി എങ്ങനെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ഇടപെടുന്നുണ്ട് എന്നാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ സപ്പോസ് നമ്മൾ വലിയൊരു പൊളിറ്റിക്സ് നിങ്ങളുടെ ബിസിനസ്സിൽ എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനെ നേരിട്ടതെന്നാണ് ചുരുക്കം. എൻ്റെ ഒരു ഈ അടുത്ത് വന്ന സമയത്തുള്ളൊരു ഇതാണ്, നമ്മള് ഷോപ്പ് തുടങ്ങി ഫസ്റ്റത്തെ ദിവസം മീൻസ് ഈ ഒരു കൊല്ലം മുമ്പ് കോഴിക്കോട് അങ്ങാടിയിൽ ഷോപ്പ് തുടങ്ങി. മറ്റേ ഷോപ്പ് തുറന്നിട്ടുള്ളൂ. തുറന്ന സമയത്ത് തന്നെ കുറച്ച് രാഷ്ട്രീയക്കാർ വന്നിട്ട് ഒരു 2000 റുപ്യ തരണം, അല്ല 5000 റുപ്യ തരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് എന്താ പറയാ, നിങ്ങൾ തന്നില്ലെങ്കിൽ അത് പൂട്ടിക്കും, ഇത് പൂട്ടിക്കും, മറ്റേതാക്കും, ഇതാക്കും, അങ്ങനൊക്കെ പറഞ്ഞ കുറെ ഡയലോഗ് അടിച്ച് കുറെയൊക്കെ നമുക്ക് എന്താ പറയാ പേടിയാവും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില്. പിന്നെ നമുക്ക് തന്നെ ഒന്നും എന്താ പറയാ, മറ്റേ ഇപ്പം പറഞ്ഞ മാതിരി, പൃഥ്വിരാജ് പറഞ്ഞ മാതിരി സംഭവിക്കാൻ പോകുന്നതിന്റെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നൊക്കെ ഒരു പുല്ലുള്ള വർത്താനുണ്ടല്ലോ, അതേപോലെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു തരാൻ കഴിയില്ല, ഷോപ്പ് തുറന്നിട്ടില്ല. അതേപോലത്തെ ഇഷ്യൂസ് നമുക്ക് പൊളിറ്റിക്കലി ഹോട്ടൽസിനെ സംബന്ധിച്ചിട്ട് എന്തായാലും ഉണ്ടാവും. കാരണം നമുക്ക് ഇന്റർനാഷണലി നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ അത് ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം നമ്മളെ വേസ്റ്റ് കളക്ഷൻ അതിനൊരു പ്രോപ്പർ ടീമോ അല്ലെങ്കിൽ അതിനുള്ള പ്രോപ്പർ ചാനലോ അതൊന്നും നമ്മളെ എന്താ പറയാ കേരളത്തിൽ അതിന്റെ പ്രോപ്പർ സംഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതേപോലെ നമ്മളെ വേസ്റ്റ് വെള്ളം പോകുന്നത്, ഞാൻ എൻ്റെ ഹോട്ടലിന്റെ കേസിലാണ് കേട്ടോ പറയുന്നത്, വേസ്റ്റ് വെള്ളം പോകുന്നത്, അതേപോലെ നമ്മുടെ ലൈസൻസിന്, പിന്നെ നമ്മൾ വാട്ടർ ബില്ല്, ഇലക്ട്രിക്കൽ ബില്ല്, കോർപ്പറേഷനിലെ ലൈസൻസ് പുതുക്കാൻ പോകുന്നത് വരെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് ഒരു 1000-2000 കൊടുത്തു കഴിഞ്ഞാലേ നമ്മളെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുള്ളൂ. അത് പൊളിറ്റിക്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല നമുക്ക് പെട്ടെന്നൊരു ദിവസം അത് മാറ്റാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഇതൊരു കാലങ്ങളായിട്ട് നടന്നു വരുന്നൊരു സമ്പ്രദായ. അത് 10 വർഷം കഴിഞ്ഞാലോ 25 വർഷം കഴിഞ്ഞാലോ ഇപ്പം നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെ ഈ ഇതുപോലത്തെ ആളുകളെ പോലെ ചിന്തിക്കുന്ന ആളുകൾ പൊളിറ്റിക്സിലേക്ക് വന്ന് അതിനൊരു മാറ്റം കൊണ്ടുവരുന്നവരെ ഈ സമ്പ്രദായം അതേപോലെ തുടരും. അത് ആരെന്ത് തുടങ്ങിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഞാനും കൂടി ഒന്ന് ആഡ് ചെയ്യണം അതിൽ. ഇത് നമുക്ക് ഓണ്ടർപ്രീനേഴ്സിന് മാത്രമായിട്ട് ഒരിക്കലും അതിന് തടയാൻ പറ്റില്ല. ഇത് സൊസൈറ്റിയിൽ, നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മളുടെ ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് കറപ്ഷൻ തന്നെയാണ്. അത് എല്ലാ തലത്തിലുമുള്ള കറപ്ഷനാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമായി. പക്ഷെ അതിനും അപ്പുറം ഓണ്ടർപ്രൈനേഴ്സ് താഴ്മകാലം തൊട്ട് ഇവരൊക്കെ തുടക്കക്കാരാണ്. തുടക്കക്കാർ മുതൽ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ടാണ് അവർ എത്തിയിട്ടുള്ളത്. അതിലൊരു ചെറിയ പാർട്ട് മാത്രമാണ് പൊളിറ്റിക്സ്. അതിൽ ബ്യൂറോക്രസിയും പൊളിറ്റിക്സും ഒക്കെ ഒരു പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റുകൾ മാറുന്നു എന്നുള്ളത് ഒരു പഴയ കാലത്തേക്കാളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള അവസരമുണ്ട്. ചോദിക്കാൻ മുബുവിനോടാണ്. അതായത് ഇരുന്ന് ചോദിച്ചാൽ പോരെ. ഞാൻ മുബുവിനെ വളരെ ആദ്യം തന്നെ പരിചയമുള്ള ഒരാളാണ്. അപ്പം ഒരുപാട് നാള് മുബുവിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ മുബുവിന്റെ ലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഓലക്കൊടി ഉണ്ടെങ്കിൽ ആ ഓലക്കൊടിയായിട്ട് വന്ന ചെറിയ ക്ലീൻ ഉണ്ടാക്കിയിട്ട് അതിനെ അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്യും. അതാണ് മുബുവിന്റെ ഒരു ടാലന്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഇനീഷ്യലി മുബു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മുബുവിന് അതിന്റെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്നുള്ള ഒരു തോട്ട് അധികം ഉണ്ടായിരുന്നില്ല. ഒരു പോയിന്റ് എത്തിയപ്പം ഞാനും ഞങ്ങളൊക്കെ ഒരുമിച്ച് തുടങ്ങിയ ആളുകൾ. അപ്പൊ ഞാനും ഒരു ട്രക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം മുബുവിനോട് സംസാരിച്ച് മുബുവിന്റെ അടുത്ത് പറഞ്ഞു, ഈ ഗാന്ധി ഒന്നും ആവേണ്ട കാര്യമില്ല, അതായത് പൈസ വാങ്ങേണ്ടടുത്ത് പൈസ വാങ്ങണം. അപ്പം മുബുവിന്റെ ലൈഫ് ഇപ്പൊ ഞാനിപ്പോ എന്റെ ലൈഫിൽ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു പ്രോപ്പർ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വാങ്ങി തുടങ്ങി. പക്ഷെ മുബു പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ മുബുവിന് ആ ഒരു ചിന്ത, ആ ഒരു ചേഞ്ച് വന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഇൻഫ്ലുവൻസ്, എന്താണ് എനിക്കൊരു കൗതുകം തോന്നി. കാരണം ഒരു പെണ്ണൊരു ഷിഫ്റ്റ് വന്നു, അല്ലെങ്കിൽ മുബു അതിനാ ഒരു രീതിയിൽ ഇന്ന് അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഇപ്പൊ
മീൻസ് മുബുവിന്റെ ഗ്രോത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഓരോ സാധനം ചെയ്ത് കാണുമ്പോൾ ഇപ്പം നാടൻ വെഞ്ചേഴ്സ് വരുമ്പോഴാണെങ്കിലും അത് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ. ഇപ്പം ഇന്നലെ ഞാൻ ഇവൻ മുബുവിനെ കാണുമെന്നൊന്നും വിചാരിച്ചില്ല, പക്ഷെ ഇന്നലെയും കൂടി ഞാൻ ഒരാളുടെ അടുത്തുള്ള ഡിസ്കഷനിൽ നാടൻ വെഞ്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം ആ ഒരു എങ്ങനെയാണ് ആ ഒരു തോട്ടിൽ ചേഞ്ച് വന്നത്, എങ്ങനെയാണ് അതിനെങ്ങനെ കാണുന്നത്, മുബു എങ്ങനെ കാണുന്നത്, ഇതാണ് ചോദ്യം. ഞാനിപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോഴും ഈ സാധനം കമ്മ്യൂണിറ്റി ഇരുന്നെങ്കിൽ ആലോചിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ എന്താ നമ്മളെ പരിചയക്കാരും അല്ലെങ്കിൽ കുടുംബക്കാരും വന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ വിചാരിക്കുന്നു പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ആ ഒരു മാറ്റം വന്നത് ഞാൻ ആ പരിപാടി നിർത്തിയപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ എന്നെ ഞാനൊരു ബിഗിനറായിട്ട് കാണുന്ന നിർത്തിയത് മുതലാണ്. അല്ലെങ്കിൽ പണ്ട് പറയുന്ന ഒരു കഥ ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കല്ല് മാർക്കറ്റ് കൊണ്ടുപോകുന്ന കഥ ഇപ്പം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരു കല്ല് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും, എന്താ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അതെന്തും ആയിക്കോട്ടെ, ഒരു ആർട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ സിമ്പിളായിട്ടാക്കുന്ന എന്ത് പരിപാടി ആയിക്കോട്ടെ, ഇപ്പോൾ ഈ സംസാരിക്കുന്നത് എന്തും ആയിക്കോട്ടെ, നിങ്ങളെ സ്കിൽ എന്താണോ അതിൻ്റെ ഒരു വാല്യൂ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇപ്പം ഒരു ഡിസൈനർ ആണെങ്കിൽ 100 രൂപക്ക് ലോഗോ ചെയ്യുന്ന ആളുണ്ടാവും, 1.5 ലക്ഷത്തിന്റെ ലോഗോ ഉണ്ടാവും. നിങ്ങളെ പ്രൈസ് നിങ്ങൾ ചെയ്യുന്നോ അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഗ്രോത്തും നിങ്ങളുടെ സറൗണ്ടിങ്സിലെ ക്ലയന്റുകളോ കാര്യങ്ങളൊക്കെ മാറുള്ളൂ. ഇപ്പോൾ കമ്പാഷൻ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ കൂടെ ബാക്കിയുള്ള ആളുകളും വളരെ അതിന്റെ കൂടെ നമ്മളെ അംഗീകരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു പ്രൈസ് ഇടണം. ഇപ്പൊ നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ അവരെ പൈസ ആവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മളൊരു കാര്യമില്ല. നമ്മളെപ്പോ കുറെ കാലം നമ്മൾ ബിഗിനറായിട്ട് നമ്മളെപ്പോ ബിഗിനർ സ്റ്റേജിൽ നിന്ന് മാറുന്നോ അപ്പൊ വേറൊരാൾ ബിഗിനറായിട്ട് കടന്നു വരും. ആളുകൾ അവരും ഇതേപോലെ ചൂഷണം ചെയ്യും. നിങ്ങളെ ചൂഷണം ചെയ്യാൻ നിങ്ങൾ ചാൻസ് കൊടുക്കാണ്ടിരിക്കുക. എത്ര കുടുംബക്കാരന് എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു കടയിൽ കയറി ബിരിയാണി കഴിച്ചാൽ നമുക്ക് കാശ് കൊടുത്ത് ഇറങ്ങുമെങ്കിൽ അതേപോലെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്തും ആയിക്കോട്ടെ ആ വർക്ക് അതിൻ്റെതായ വർക്ക് അല്ല അതിൻ്റെതായ ഒരു എമൗണ്ട് ചോദിച്ചു വാങ്ങാൻ. ഈവൻ ഞാൻ എൻ്റെ അനിയനെ വരെ ഞാൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, ചെയ്യുന്ന പണിക്ക് അന്തസ്സോടെ കാശ് വാങ്ങും. അത് ചോദിച്ചുകൊണ്ട് ആ ബന്ധം വിട്ടു പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ മനോഹരമായ ഒരു ചോദ്യം കൂടി നമുക്ക് വീക്ഷിക്കാം. നിലവിൽ കമ്പാഷനേറ്റീവ് ബിസിനസ് എന്നുള്ള ടോപ്പിക്. അപ്പോൾ സോഷ്യൽ എന്റർപ്രണർഷിപ്പ് എന്നുള്ള ഒരു വേർഡ് പൊതുവേ നമ്മുടെ പല ആൾക്കാർക്കും പുതിയ ഒരു വേർഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അത് അപ്കമിംഗ് ആയിട്ട് വരുന്ന എന്റർപ്രണേഴ്സിനും ഈ ഒരു കമ്പാഷനായിട്ട് ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി കുറെ കൂടെ ഫെമിലിയർ ആക്കാനും അവരെ ഇത് കൊണ്ടുവരാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? സോഷ്യൽ എന്റർപ്രണർഷിപ്പിൽ നമ്മൾ IIM കോഴിക്കോട് ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ സോഷ്യൽ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞിട്ട്. സോഷ്യൽ ഇന്നോവേഷൻസ് നമുക്ക് ഒരു ബിസിനസ് മോഡലായിട്ട് ചെയ്യാം, NGO ആയിട്ട് ചെയ്യാം. സെക്ഷൻ 8 കമ്പനി എന്ന് പറയും, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ട്രസ്റ്റോ മതോ ചെയ്യുന്നത് പോലെ സെക്ഷൻ 8 കമ്പനി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ. ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഇത് നമുക്കൊരു പ്ലാറ്റ്ഫോം ഡിസ്കഷനിൽ അവസാനം നേരത്തെ നമ്മൾ പറഞ്ഞു, ഇതുപോലെ ഒരു കൊറിയർ കമ്പനി ഉണ്ട് ഹൈദരാബാദിൽ. അവര് കേൾവിയില്ലാത്ത ആൾക്കാരെ മാത്രമേ ജോലിക്കെടുക്കൂ. കാരണം അതിന്റെ ആവശ്യമേ ഉള്ളൂ. കേൾവിയില്ലാത്ത ആൾക്കാർക്ക് ജോലി. ആ കൊറിയർ കമ്പനി 3 സ്ഥലങ്ങളിൽ ഹൈദരാബാദിലും ഡൽഹിയിലും കൽക്കട്ടയും ബ്രാഞ്ചുകളായിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഇതിന് ഓഫീസ് ജോലിക്ക് വേറെ ആളുകളുണ്ട്. അത് 90% ആളുകളും ഇങ്ങനെയുള്ള ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ വേറൊരു സ്ഥാപനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരവിന്ദ് ഐ ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേസ്റ്റ് മാനേജ്മെന്റിൽ ചെയ്യുന്ന ഒരുപാട് ടീമുണ്ട്. അപ്പൊ ഇങ്ങനെ വലിയ രൂപത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്. അതിന് വലിയ രൂപത്തിൽ സീഡ് ഫണ്ടിങ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കി ഇത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് ചെലവാക്കേണ്ട ഒരു കാര്യമല്ല. ഇതിന് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ CSR സീഡ് ഫണ്ടിങ് ഉണ്ട്. ഇതിനുവേണ്ടി ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇൻക്യുബേഷൻ സെന്റേഴ്സ് എന്നാൽ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത്, ആ സ്റ്റാർട്ടപ്പിന് എന്തൊക്കെ വേണ്ട, എവിടെ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടാം, ആ ഫണ്ട് നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം, ഇതൊക്കെ ചെയ്യാവുന്ന രൂപത്തിൽ നമ്മൾ IIM പ്രിയ രാജീവ് നായർ എന്ന് പറഞ്ഞ് ഇതിന് മാത്രമായിട്ടുള്ളൊരു പ്രൊഫസർ ഉണ്ട്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഇനിയും ബിസിനസ്സും കമ്പാഷനും ഒരേപോലെ നമ്മുടെ സമൂഹത്തിൽ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ചർച്ചയ്ക്കായിട്ടുള്ള ഡോക്ടർ മുജീബ് റഹ്മാൻ സാർ, അതേപോലെ ഫുലിജിക്ക, മുബാറക് വായക്കാട്, സുഹൈൽ എന്നിവരെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്
ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു.